ഹായ് ഫ്രണ്ട്സ്, പവർ ടെക് ഫോർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്താണ് ELCB? ELCBയുടെ വർക്കിംഗും എന്തൊക്കെയാണ്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ELCB എന്നാൽ ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസ് ആണ്. ELCB ഘടിപ്പിച്ച ഒരു സർക്യൂട്ടിൽ എവിടെയെങ്കിലും എർത്ത് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനെ ട്രിപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ELCB ഉപയോഗിക്കുന്നത്. ELCB ട്രിപ്പ് ചെയ്യുന്നത് മൂലം മനുഷ്യന്റെ സേഫ്റ്റിയും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സേഫ്റ്റിക്കും ELCB അത്യാവശ്യമാണ്. ELCBയുടെ ഫുൾ ഫോം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് പറയുന്നത്. RCCBയുടെ ഫുൾ ഫോം റെസിജ്വൽ കറണ്ട് സർക്യൂട്ടർ ബ്രേക്കർ എന്നുമാണ് പറയുന്നത്. ELCB അഥവാ RCCB വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീടുകളിൽ വൈദ്യുതി സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ELCB അഥവാ RCCB ഫേസിലൂടെയും ന്യൂട്രലിലൂടെയും പോകുന്നതും വരുന്നതുമായ വൈദ്യുതി പ്രവാഹത്തെ സദാസമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ലീക്കേജ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ELCB അഥവാ RCCB അത് സെൻസ് ചെയ്യുകയും സർക്യൂട്ടിനെ ട്രിപ്പ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ELCB അഥവാ RCCB വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഇടിമിന്നൽ വരുന്ന സമയത്ത് എർത്തിലോ ന്യൂട്രലിലോ വൈദ്യുതി പ്രവാഹം വന്നു കഴിഞ്ഞാലും ELCB അഥവാ RCCB ട്രിപ്പാവും. ELCBയും RCCBയും ചെറിയ മാറ്റങ്ങളുണ്ട്. ELCBയിൽ എർത്ത് ടെർമിനൽ കണക്ഷൻ അതിനകത്തുണ്ട്, എന്നാൽ RCCBയിൽ എർത്തിന്റെ ആവശ്യമില്ല. സിംഗിൾ ഫേസ് ലൈനിൽ 2 പോൾ RCCBയും 3 ഫേസ് ലൈനിൽ 4 പോൾ RCCBയുമാണ് കണക്ട് ചെയ്യുക. RCCB വാങ്ങിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ലോഡ് നോക്കിയും ട്രിപ്പിംഗ് കറണ്ട് നോക്കിയുമാണ് RCCB വാങ്ങിക്കുക. സാധാരണ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത് 30 മില്ലി ആംപിയർ ട്രിപ്പിംഗ് കറണ്ട് എടുക്കുന്ന RCCB ആണ് ഉപയോഗിക്കല്. മറ്റു ആവശ്യങ്ങൾക്ക് അതിൽ കൂടുതൽ ട്രിപ്പിംഗ് കറണ്ട് എടുക്കുന്ന RCCB ആണ് വെക്കാറ്. ഈ ചെറിയ വിവരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.